കേരള കോൺഗ്രസ് എം LDF വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും പാർട്ടി ഇലക്ഷനു മുമ്പ് പിളരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ജോസ് കെ മാണിയുടെ 5 MLAമാരും ഒരേ സ്ഥലത്ത് നിൽക്കില്ലെന്ന് വ്യക്തമായതോടെ 3ഉം 2ഉം വച്ച് പിരിഞ്ഞ് 2 മുന്നണിയിലേക്കും ചേക്കേറാനാണ് സാധ്യത. ജോസ് കെ മാണി LDFൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചാൽ റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും UDFനോടൊപ്പം പോയേക്കും. അതേസമയം ജോസ് കെ മാണി LDF വിടാൻ തീരുമാനിച്ചാൽ റോഷിയും പ്രമോദും LDFൽ തന്നെ ഉറച്ചുനിൽക്കും. കേരള കോൺഗ്രസ് എമ്മിന് പിളർന്നേ മതിയാവൂ എന്ന മട്ടായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയെന്ന പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ കാലങ്ങളായി ചാർത്തിക്കിട്ടിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കേരളത്തിൽ വലതുമുന്നണിയുടെ ഭാഗമായി മാത്രം ദീർഘകാലം നിലകൊണ്ട ശേഷം പലതായി പിളർന്ന് 1-1.5 കഷണങ്ങൾ വീതം ഇരുമുന്നണിയിലും ചേക്കേറി മാറി മാറി അധികാരം നുണയുന്ന പാർട്ടിയാണ് മധ്യകേരളത്തിലെ ക്രൈസ്തവരിൽ നിന്ന് ഊർജം കൊണ്ട് രൂപീകൃതമായ കേരള കോൺഗ്രസ്. ഭരണമുള്ളിടത്ത് ഒരു കഷണം കേരള കോൺഗ്രസ് എങ്കിലും ഉണ്ടാകുമെന്നത് കുറേ കാലമായുള്ള ചരിത്രമാണ്. മധ്യകേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഉറച്ച പിന്തുണയുള്ളതാണ് കേരള കോൺഗ്രസുകൾ. അതിലേറ്റവും കൂടുതൽ പിന്തുണ മാണി ഗ്രൂപ്പിനായിരുന്നെങ്കിൽ ഇന്നത് മാറി വന്നിട്ടുണ്ട്. ക്രൈസ്തവ സഭകളിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ BJPക്കുമുണ്ട്. UDFൽ PG ജോസഫ് വിഭാഗത്തിന്റെ കേരള കോൺഗ്രസ് ഉണ്ട്. BJP മുന്നണിയിലുമുണ്ട് സാമ്പാറിലെ ഒരു ചെറു കഷ്ണം പോലെ ഒരു കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിളർന്നേ പറ്റൂ എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെ കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ തിരിച്ചടിയാണ് LDFനുണ്ടായത്. മാണി ഗ്രൂപ്പിനുള്ള തിരിച്ചടി കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും കണ്ടു. 2021 ജോസ് കെ മാണിക്ക് 12 സീറ്റാണ് LDF കൊടുത്തത്. അതിൽ 5 എണ്ണം മാത്രം ജയിച്ചു. ഇനി UDFലേക്ക് പോയാൽ തന്നെ 12 സീറ്റ് കിട്ടില്ലെന്നുറപ്പാണ്. പാർട്ടി ഒന്നാകെ പോയാൽ 12 സീറ്റും ചോദിക്കേണ്ടിവരും. UDFലെ PJ ജോസഫ് കേരള കോൺഗ്രസ് 10 സീറ്റിലാണ് മത്സരിച്ചത്. 2ൽ ജയിച്ചു. മാണി കേരള ഒന്നാകെ UDFൽ വന്നാൽ തന്നെ 12 സീറ്റ് കൊടുക്കാനാവില്ല. PJ ജോസഫ് 10 സീറ്റിൽ കുറയാൻ സമ്മതിക്കില്ല. ആകെ 22 സീറ്റ് 2 വിഭാഗത്തിനും കൂടി കൊടുക്കാൻ എവിടെയിരിക്കുന്നു? അതിനാൽ പിളരുന്നതാണ് വഴി. പിളർന്ന് രണ്ടിടത്തായി നിന്നാൽ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാമല്ലോ.